ഹായ് ഗൈസ്, അഴിച്ചുപണിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ വന്നിരിക്കുന്നത് നമ്മുടെ i20 ഓണേഴ്സ് ഗ്രൂപ്പിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഇന്നത്തെ വീഡിയോ വണ്ടീനെ കുറിച്ചിട്ടാണ്. Hyundai i20നെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ Hyundai i20ൽ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് നമ്മുടെ ഡിക്കി ഡോർ തുറക്കുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ലോക്ക് വെച്ചിട്ടാണ് ഡിക്കി ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് റിലീസ് ചെയ്യാനായിട്ട് ഒരു സ്വിച്ചാണുള്ളത്, ഡിക്കിയുടെ അടിയിൽ ഒരു സ്വിച്ചാണുള്ളത്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയും തോറും ഈ സ്വിച്ച് ഡീഗ്രേഡ് ചെയ്ത് ഏറ്റവും ലാസ്റ്റ് സ്വിച്ച് വർക്ക് ചെയ്യാത്തൊരവസ്ഥ വരും. നിങ്ങൾ ഹ്യുണ്ടായിൽ കൊടുത്തത് മാറ്റാനായിട്ട് ഏതാണ്ട് 2000 രൂപയുടെ അടുത്താണ് ചിലവ് വരുന്നത്. അപ്പം പലർക്കും ഇത് മാറ്റാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം 2000 രൂപ ഇതിനു വേണ്ടി ചിലവാക്കണമല്ലോ എന്നുള്ളൊരു രീതിക്ക്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴത്തേക്കും നമുക്ക് വെറും നിസ്സാരമായിട്ടൊരു 100 രൂപയ്ക്ക് ചെയ്തെടുക്കാവുന്ന കേസുള്ളൂ. 100 രൂപയല്ല, സ്വിച്ചിന് വെറും 5 രൂപയുള്ളൂ. പിന്നെ ബാക്കി അത് വാട്ടർ പ്രൂഫിങ്ങും ഒക്കെ ചെയ്യാനൊക്കെ ആയിട്ട് എല്ലാത്തിനും കൂടെ ഒരു 100 രൂപയുടെ അടുത്ത് ചിലവ് വരും. ഇത്ര വരുന്നുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ ഓൾറെഡി കുറേ നാൾ മുമ്പ് എടുത്ത് വെച്ചതാണ്. നമ്മുടെ പഴയ ക്യാമറയിൽ എടുത്ത് വെച്ചാണ്. വീഡിയോയ്ക്ക് വലിയ ക്ലാരിറ്റി ഒന്നുമില്ല, എന്നാലും അവർ ഇങ്ങനെ തുടർച്ചയായിട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളെന്തായാലും ഇതിൻ്റെ ക്ലാരിറ്റി നിങ്ങൾ നോക്കണ്ട. കാരണം വളരെ നമ്മുടെ ഫ്യൂജി ഫിലിമിലെടുത്ത ക്യാമറയാണ്. അതിൻ്റെ അകത്ത് കുറേ ഔട്ട് ഓഫ് ഫോക്കസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ദയവായി ക്ഷമിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇത് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ബാക്ക് ഡോർ കംപ്ലീറ്റ് ഡിസ്മാൻഡിൽ ചെയ്തിട്ട് അതിൻ്റെ ഇലക്ട്രോ മാഗ്നറ്റിക് ലോക്ക് എടുത്ത് നമുക്കത് ഫിക്സ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. ഈ ഒരു പാർട്ടിൻ്റെ വില 2000 രൂപയാണ് ഷോറൂമിൽ വരുന്നത്. നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ നമ്മുടെ i20യുടെ ടെയിൽ ലാമ്പ് വരുന്ന ആ ഒരു ഭാഗത്ത് ടെയിൽ ലാമ്പിൻ്റെ ബൾബ് ഊരാനായിട്ടൊരു ചെറിയൊരു ഡോറ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഊരിയെടുക്കേണ്ടത്. അത് ചുമ്മാ പ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു സ്ക്രൂ ഡ്രൈവർ ഇട്ട് തിക്കിയിട്ട് അതിങ്ങനെ ഊരിയെടുക്കാവുന്നേ ഉള്ളൂ. അതിനുശേഷം നമ്മുടെ ഡോർ പാഡ് ഫിറ്റ് ചെയ്തിരിക്കുന്ന 4 സ്ക്രൂസ് ഉണ്ട്. ആ 4 സ്ക്രൂസും നമ്മൾ ഊരിയെടുക്കണം. നമ്മുടെ 4 സ്ക്രൂ ഊരിയതിന് ശേഷം ജസ്റ്റ് നമ്മളിത് ഇവിടെ ഇരുന്നതിന് ശേഷം ഇതിങ്ങനെ വലിച്ചിട്ട് നൈസായിട്ട് ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഊരിപ്പോരും. കണ്ട എല്ലാം ഈ പറഞ്ഞ രീതിയിൽ പ്ലാസ്റ്റിക് ലോക്കുകളാണ്. ജസ്റ്റ് ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഊരിപ്പോരും. ഇനിയിപ്പോൾ 10ൻ്റെ സ്പാനർ എടുത്തിട്ട് ജസ്റ്റ് നട്ടൊന്ന് ഇടിപ്പിക്കുകയാണ്. 1 2 3. നമ്മുടെ ലോക്ക് ഊരി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലോക്കിലേക്കുള്ള വയർ വരുന്നത്. ഇതിൻ്റെ അങ്ങേയറ്റം നമ്മുടെ ലോക്കുമ്പോൾ തന്നെ ഒരു കണക്ടറിലാണ് പിടിപ്പിച്ചിരിക്കുന്നത്. അത് ഊരിയെടുക്കണം. പിന്നീട് ഇതാണ് നമ്മുടെ ഡിക്കി സ്വിച്ചിൻ്റെ കണക്ടർ വരുന്നത്. ഈ ഡിക്കി സ്വിച്ചിൻ്റെ കണക്ടർ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് തള്ളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഊരിപ്പോരും. സ്വിച്ച് 2 ഫിലിപ്സ് സ്ക്രൂ വെച്ചിട്ടാണ് പിടിപ്പിച്ചിരിക്കുന്നത്. സാധാരണ സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് അത് ആ സ്ക്രൂ ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്വിച്ച് പുറത്തേക്ക് ഊരിയെടുക്കാവുന്നതാണ്. ഗൈസ്, ഇതാണ് നമ്മുടെ ഡിക്കി സ്വിച്ച്. ഇപ്പോൾ ഈ ഒരു സംഭവം നമ്മുടെ ബാക്കിൽ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇതും കൂടെ ജസ്റ്റ് ഒന്ന് ഊരിയെടുക്കേണ്ടി വരും. സംഭവം ഇനിയിപ്പോൾ വളരെ ഇതാണ്. എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ അകത്ത് ആൾക്കൂടെ ഒരു ചെറിയ 5 രൂപയുടെ സ്വിച്ച് ഉള്ളതാണ്. ഇതിനാണ് 2000 രൂപ ഒരു മേടിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാധനം ചിലപ്പോൾ നമുക്ക് തുറന്നെടുത്ത് കളയേണ്ടി വരും. എന്നാൽ കൂടി എനിക്ക് തോന്നണത് നമുക്കിത് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളതാണ് എനിക്കൊരു ഫീലിംഗ്. സ്വിച്ചിലെ ബാക്കിലെ പ്ലാസ്റ്റിക്, ആ വൈറ്റ് കളർ പ്ലാസ്റ്റിക് ജസ്റ്റ് നമുക്കൊന്ന് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സുഖമായിട്ട് ഊരിയെടുക്കാവുന്ന കേസേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഹോട്ട് എയർ സ്റ്റേഷനാണ്. ആ ഹോട്ട് എയർ സ്റ്റേഷൻ്റെ ജസ്റ്റ് ചൂട് ഒന്ന് കൊള്ളിപ്പിച്ചാൽ മതി. അതിന് ശേഷം പതുക്കെ നൈസായിട്ട് സ്ക്രൂ ഡ്രൈവർ ഇട്ട് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഊരിപ്പോരും. ഹോട്ട് എയർ സ്റ്റേഷൻ വെച്ച് ചൂടാക്കുമ്പോൾ പ്രത്യേകിച്ച് സൂക്ഷിക്കുക. നമ്മുടെ സ്വിച്ച് പ്ലാസ്റ്റിക്കാണ്, അത് ഉരുകാതിരിക്കാനായിട്ട് പ്രത്യേകം സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ ഈ വെള്ള കളർ പ്ലാസ്റ്റിക് സാധനം ഇത്തിരി സമയമെടുത്ത് മര്യാദയ്ക്ക് ഊരുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് തിരിച്ച് റീസെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഒത്തിരി സമയമെടുത്തിട്ട് വൃത്തിയായിട്ട് ഊരിയെടുക്കുക. ഇതൊരു റീപ്ലേസ്മെൻറ്റ് സ്വിച്ചാണ്. സെയിം സ്വിച്ച് തന്നെയാണ്. അപ്പം നമ്മൾ നോക്കേണ്ടത് ഇത്രേ ഉള്ളൂ. ഇതിൻ്റെ 2 ലൈൻ ഇവിടെ എപ്പോഴും ഷോർട്ടഡ് ആയിരിക്കും. അത് ഈ സ്വിച്ചിൻ്റെ അകത്ത് ഷോർട്ടഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിനും മാച്ചിങ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ഇതിപ്പോൾ സെയിം ആണ് സ്വിച്ച്. നമുക്കിതൊന്ന് റീപ്ലേസ് ചെയ്യാം. പഴയ സ്വിച്ച് ഡീസോൾഡർ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് ഡീസോൾഡർ ചെയ്യുക.
ബോർഡിനും പ്രിൻറ്റിനും അത്ര ക്വാളിറ്റി ഒന്നുമില്ല. സൂക്ഷിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് PCBയുടെ പ്രിൻ്റ് ഊരിപ്പോരാൻ ചാൻസ് ഉണ്ട്. അതേമാതിരി തന്നെ നമ്മൾ സ്വിച്ച് വെക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്വിച്ചിൻ്റെ കറക്റ്റ് പൊസിഷൻ നോക്കിയിട്ട് സെറ്റ് ചെയ്യുക. അതിൻ്റെ അകത്ത് 2 പിന്ന് എപ്പോഴും ഷോർട്ടഡ് ആണ്. അപ്പോൾ 2 പിന്ന് ഷോർട്ടഡ് നോക്കി സ്വിച്ച് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. സ്വിച്ച് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മൾട്ടിമീറ്റർ വെച്ച് സ്വിച്ചിൻ്റെ കണ്ടിന്യൂറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അതായത് ബീപ്പ് മോഡിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ മാത്രമേ ബീപ്പ് എന്ന് പറയുന്ന സൗണ്ട് കേൾക്കാവുള്ളൂ. ആ പൊസിഷനിലായിരിക്കണം നമ്മുടെ സ്വിച്ച് വരേണ്ടത്. അപ്പോൾ നമ്മുടെ സ്വിച്ച് അസംബ്ലിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ച് റീഅസംബിളാണ് ചെയ്യേണ്ടത്. ഇത്രയാണ് നമ്മുടെ പാർട്സ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിലുള്ള വൈറ്റ് സാധനങ്ങൾ ജസ്റ്റ് ചൂടാക്കി ഉരുക്കി കളയാനായിട്ട് ഓർമ്മിക്കണം. അതിനുശേഷം ഈ സ്വിച്ച് അതിൻ്റെ അകത്തേക്ക് ഇടുക. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ട ഈ ബോർഡിന് ഇവിടെ ഒരു വെട്ടുണ്ട്. ആ വെട്ട് തന്നെ നമ്മുടെ സ്വിച്ചിലും ഒരു സൈഡിലുണ്ട്. കണ്ട ഇവിടെ ഇതിൽ കാണാൻ പറ്റുന്നതല്ല, ഇവിടെ ഒരു വെട്ടുണ്ട്. നേരെ വെട്ടിലേക്ക് ഇറക്കി വയ്ക്കുക. നല്ല വൃത്തിക്ക് ഇറക്കി വയ്ക്കുക, നന്നായിട്ട് ഇറക്കി വയ്ക്കുക. ഇറക്കി വെച്ചതിന് ശേഷം നമ്മുടെ അടപ്പ്, ഈ സ്വിച്ചിനൊരു അടപ്പുണ്ട്. ഈ അടപ്പിനും വെട്ടുണ്ട് കണ്ടോ. ഈ വെട്ട് കറക്റ്റായിട്ട് ഇറക്കി വെച്ച് അമർത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വിച്ച് ലോക്കായി. ഇനി വല്ല റെസിനോ അല്ലെങ്കിൽ നമ്മുടെ സിലിക്കൺ ജെല്ലല്ലേ, സിലിക്കൺ ജെല്ലിട്ടിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കയറാണ്ടിരിക്കും. ഇപ്പോൾ നമ്മുടെ ഇത് കണ്ടോ, സ്വിച്ച് റെഡി ആയിട്ടുണ്ട് കണ്ടോ. നമ്മൾ ഉപയോഗിക്കാൻ പോണ ഇൻസീലിൻ്റെ ക്ലിയർ RTV എന്ന് പറഞ്ഞ സിലിക്കൺ സീലൻ്റാണ്. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് നമ്മുടെ ഇതിങ്ങനെ അങ്ങോട്ട് വയ്ക്കുക. വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് നമ്മളൊരു അലൂമിനിയം ഷീറ്റ് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ആവശ്യത്തിന് കുത്തി നിറച്ച് കയറ്റി നമ്മൾ ഡീലിംഗ് ആക്കുകയാണ്. നമ്മുടെ സിലിക്കൺ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ടൈറ്റായിട്ട് കുത്തി നിറച്ച് ഒന്ന് സെറ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. ഇത് കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാവുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ മഴ പെയ്യുമ്പോഴത്തേക്കും സ്വിച്ചിൻ്റെ അകത്തേക്ക് വെള്ളം വരും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വിച്ചിൻ്റെ പൊക്കത്തിൽ പഴയ റബ്ബറിൻ്റെ ഒരു കോട്ടിങ് ഉണ്ടായിരുന്നു. ആ കോട്ടിങ്ങാണ് ദ്രവിച്ച് പോയത്. ആ ദ്രവിച്ച് പോയതുകൊണ്ടാണ് ഈ സ്വിച്ച് ഡാമേജ് ആയത്. അപ്പോൾ ഇത് നന്നായിട്ട് സാൻഡ് പേപ്പർ വെച്ച് വരച്ച് കളയുകയാണ്. പിന്നെ നമ്മൾ നമ്മുടെ സ്വിച്ചിൻ്റെ പാകത്തിനുള്ള ഒരു സൈക്കിൾ ട്യൂബിൻ്റെ ഒരു കഷ്ണം എടുത്തേക്കാണ്. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ സൈക്കിൾ ട്യൂബായിരിക്കും നമ്മുടെ സ്വിച്ചിൻ്റെ പൊക്കത്ത് ഒട്ടിക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം ഫെവി ബോണ്ട് വെച്ചിട്ടാണ് നമ്മുടെ സൈക്കിൾ ട്യൂബ് സ്വിച്ചും ഒട്ടിക്കുന്നത്. വേറെ ഒന്നും അല്ല, നമുക്ക് ജസ്റ്റ് അതൊന്ന് വെച്ചിട്ടൊന്ന് അനക്കാനുള്ളൊരു സാഹചര്യം കിട്ടും. നമ്മളിപ്പോൾ ഫ്ലെക്സ് ക്വിക്കൊക്കെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് ഒട്ടിപ്പോവും. അതേമാതിരി നമ്മുടെ ഈ മൂവിങ് പാർട്ടായിട്ടുള്ള സ്വിച്ചിൻ്റെ മൂവിങ് പാർട്ടായിട്ടുള്ള സ്ഥലത്ത് ഫ്ലെക്സ് ക്വിക്ക് വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അങ്ങനെ തന്നെ ഒട്ടിപ്പിടിച്ച് നിൽക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഫെവി ബോണ്ട് വെച്ച് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഫ്ലെക്സ് ക്വിക്ക് വെച്ചിട്ട് അതിൻ്റെ ബോർഡറുകളൊക്കെ സീൽ ചെയ്ത് കളയും. ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മളൊരു ബ്ലേഡ് എടുത്തിട്ട് നമ്മുടെ സൈക്കിൾ ട്യൂബിൻ്റെ കൂടുതലായിട്ടുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയാണ്. അപ്പോൾ ഇത് ഇത്തിരി ടൈം എടുത്ത് തന്നെ കട്ട് ചെയ്യാം കേട്ടോ. കാരണം ഇതിൻ്റെ ഒരു ഫിനിഷിങ് നമ്മുടെ വണ്ടിയിൽ കാണും. അപ്പോൾ അത് ഇത്തിരി ടൈം എടുത്ത് കട്ട് ചെയ്യുക. എന്നെ മാതിരി ഭയങ്കര സ്പീഡിൽ അല്ലെങ്കിൽ വൃത്തിയില്ലാതെ കട്ട് ചെയ്യാൻ നിൽക്കരുത് കേട്ടോ. നമ്മുടെ സ്വിച്ച് ഇപ്പോൾ ഏതാണ്ട് ശരിയായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ക്ലോസ് ആയിട്ടുണ്ട്. ഇത്തിരി പശ പറ്റിയതാണ്, ബാക്കി എല്ലാം നല്ല വൃത്തിയായിട്ടുണ്ട്. ഇതിപ്പോൾ ബാക്കിൽ സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഏതാണ്ട് ഒരു 3 മണിക്കൂറായി ഞാനിത് സെറ്റ് ചെയ്യാൻ വെച്ചിട്ട്. ഇപ്പോൾ അത്യാവശ്യം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വണ്ടിയിൽ പിടിപ്പിച്ച് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ സ്വിച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഡിക്കി അടച്ച് ഓപ്പൺ ചെയ്യാൻ പറ്റും നോക്കാം. അടിപൊളി, തൊട്ടാൽ മതി പുതിയത് മാതിരി ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ വണ്ടിയിൽ ഈ സ്വിച്ചിന് 2000 രൂപയാണ് നമ്മുടെ Hyundai മേടിക്കുന്നത്. ഞാൻ വെറും ഒരു 10-50 രൂപയ്ക്ക് ഇപ്പോൾ സാധനം റെഡി ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇതേമാതിരി നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നിസ്സാരമായിട്ട് ഒരു 2-3 മണിക്കൂറത്തെ പണിയേ ഉള്ളൂ. ശരിക്കും ഇത് ഉണങ്ങാനായിട്ടാണ് കൂടുതൽ സമയം വേണ്ടി വന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നിസ്സാരപ്പെട്ട പണിയേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ബട്ടൺ അടിക്കുക, ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്ത് വിടുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ദയവ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യേണ്ട തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് അത് ഓളിലിട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്തിട്ടില്ലേ ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.